വെറുതെ ഇരിക്കുകയാണ് എന്ന് കരുതണ്ട, വിമർശിക്കണ്ട. കൃത്യമായ ഉത്തരം പറയാൻ തയ്യാറെടുക്കുകയാണ്. പഴുതടച്ചുള്ള ആക്രമണമായിരിക്കും. ഒരാളെ പോലും വെറുതെ വിടില്ല. ഭീകരരെ തേടിപ്പിടിച്ചില്ലാതാക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത്. ഭീകരവാദം തുടച്ചു നീക്കാതെ വിശ്രമമില്ലെന്ന് അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഒരു തീവ്രവാദിയും വെറുതെ വിടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന. വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യ കൃത്യമായി തിരിച്ചടിച്ചിരിക്കും. പഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊന്നതിന് ഇന്ത്യ മറുപടി നൽകുമെന്നും അമിത്ഷാ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അസമിലെ ബോഡോ സമുദായത്തിന്റെ നേതാവായ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരർക്ക് ഏറ്റവും മോശം അവസ്ഥ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലെ ഓരോ കുറ്റവാളിയെയും ഞങ്ങൾ വേട്ടയാടും. 26 പേരെ കൊന്നുകൊണ്ട് നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത്. നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഈ രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ പിഴുതെറിയാൻ നരേന്ദ്രമോദി സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുമെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയുടെ ഓരോ ഇഞ്ചിൽ നിന്നും ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയും. ഭീകരവാദം ഇല്ലാതാക്കുന്നതുവരെ പോരാട്ടം തുടരും. ലോകം മുഴുവൻ ഈ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുവെന്നും അമിത്ഷാ ദില്ലിയിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു. ഭീരുത്വമുള്ള ആക്രമണം നടത്തി അത് തങ്ങളുടെ വലിയ വിജയമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നരേന്ദ്രമോദി സർക്കാരാണ്. ആരും രക്ഷപ്പെടില്ല. ഈ രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയുക എന്നതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം. അത് സാക്ഷാത്കരിക്കപ്പെടും. 140 കോടി ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ ഈ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭീകരതയ്ക്കെതിരായി ഈ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഭീകരവാദം ഇല്ലാതാക്കുന്നതുവരെ പോരാട്ടം തുടരും. അത് ചെയ്തവർക്ക് തീർച്ചയായും ഉചിതമായ ശിക്ഷ നൽകും. 90കൾ മുതൽ കശ്മീരിൽ ഭീകരത നടത്തുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ശക്തമായി ഭാരതം പോരാടുന്നുണ്ട്. നമ്മുടെ പൗരന്മാരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് ഭീകരർ യുദ്ധം ജയിച്ചുവെന്ന് കരുതരുത്. ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല എന്ന് ഭീകരത പ്രചരിപ്പിക്കുന്ന എല്ലാവരോടും താൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിക്കും ഉചിതമായ മറുപടി നൽകിയിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിലും ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ മേഖലയിലും കാശ്മീരിലെ ഭീകരതയുടെ നിഴലിൽ ആയാലും എല്ലാറ്റിനും ശക്തമായ മറുപടി നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതേസമയം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഫോണിൽ സംസാരിച്ച US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ US പിന്തുണയ്ക്കുന്നതായി പ്രതിരോധ സെക്രട്ടറി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ US സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്ത ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് എന്ന് രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറിയോട് പറഞ്ഞു. അതിനിടെ അതിർത്തിയിൽ പഹൽഗാം ഭീകരർക്കായി സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കുകയാണ്. പഹൽഗാം ഉൾപ്പെടുന്ന അനന്ത, കുൽഗാം അടക്കമുള്ള ജില്ലകളിലാണ് പാക് ഭീകരരെയും തദ്ദേശീയരായ സഹായികളെയും തിരയുന്നത്. കാശ്മീർ താഴ്വരയുടെയും നിയന്ത്രണ രേഖയുടെയും കാവലാളുകളായ ശ്രീനഗർ ആസ്ഥാനമായ 15ാം കോറിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. രാഷ്ട്രീയ റൈഫിൾസിന്റെ വിവിധ യൂണിറ്റുകളും സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സായ പാരാ കമാൻഡോകളും ഒപ്പമുണ്ട്. NIA ഭീകര ആക്രമണ കേസിൽ അന്വേഷണം വിപുലപ്പെടുത്തുകയാണ്. പഹൽഗാം മേഖലയുടെ ത്രിമാന ചിത്രീകരണം നടത്തി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ മേധാവി സദാനന്ദ ദത്തെ ഗ്രൗണ്ട് സീറോയിലെത്തി. 3 മണിക്കൂറോളം അദ്ദേഹം പഹൽഗാമിൽ തുടർന്നു. അതിനിടെ ചാരസംഘടനയായ ISIയുടെ മേധാവിയെ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കാണ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ആദ്യമായാണ് ISI മേധാവി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.